ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇരട്ടത്താപ്പ് തുടർന്ന് CPM-ഉം ഇടതുമുന്നണിയും സ്വർണ്ണ കവർച്ചയിലെ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് പറയുമ്പോഴും പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. തങ്ങളുടെ കൈകൾ ശുദ്ധമെന്ന ന്യായീകരണവുമായി LDF കൺവീനർ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CPM സ്വീകരിച്ച നിലപാട് തിരിച്ചടിക്ക് കാരണമായെന്ന് ബോധ്യപ്പെട്ടിട്ടും സഖാവായ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ വലിയ പ്രതിരോധത്തിലായിരിക്കും CPM-ഉം ഇടത് മുന്നണിയും. പക്ഷേ അവർ പല ഉരുണ്ടുകളികളും നടത്തി മുഖം രക്ഷിക്കൽ തന്ത്രമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുൻപാകെ ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോഴും പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഈ ഇരട്ടത്താപ്പ് തുടരുന്ന ഒരു പ്രവണത തന്നെയാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതല്ലേ? രോഹിണി, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായതിൽ ഭൂരിഭാഗവും CPM-ന്റെ നേതാക്കളാണ്. മുൻ MLA-യും അതോടൊപ്പം തന്നെ CPM അംഗങ്ങളായിരുന്നവരും അടക്കമുള്ളവരാണ് അറസ്റ്റിലായത്. എന്നാൽ ഈ അറസ്റ്റിലായി ഇത്രയും കാലം കഴിയുമ്പോഴും ഇവരെ തള്ളിപ്പറയാൻ CPM ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇടതുമുന്നണിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പത്മകുമാറിനെ ആയാലും ശരി, N വാസുവിനെ ആയാലും ശരി, അതോടൊപ്പം തന്നെ ശങ്കർദാസിനെ ആയാലും ശരി, ഇവരെല്ലാവരും CPM-ന്റെ നേതാക്കളാണ്, CPM അനുഭാവികളായിട്ടുള്ളവരാണ് മറ്റുള്ളവർ. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളായിട്ടുള്ളവർ, ദേവസ്വം ബോർഡ് മെമ്പർമാരടക്കം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു. മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴും ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ CPM അനുഭാവികളാണ്, ഇടത് അനുഭാവികളാണ്. എന്നാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണ കവർച്ച നടന്നിട്ട് ആ ഉദ്യോഗസ്ഥരെ തള്ളിപ്പറയാൻ ഇതുവരെ, അല്ലെങ്കിൽ CPM നേതാക്കളെ തള്ളിപ്പറയാൻ ഇതുവരെ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടില്ല, CPM-ന് സാധിച്ചിട്ടില്ല. ഇതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. പൊതുമധ്യത്തിൽ ഒരു പറയുന്നതൊന്നും മറ്റൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. TP രാമകൃഷ്ണൻ LDF കൺവീനർ തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയെങ്കിൽ പോലും ഈ വിഷയങ്ങളിലൊന്നും പത്മകുമാറിനെ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഇടത് നേതാക്കളാണ്, CPM നേതാക്കളാണ് ഈ ഇത്രയും വലിയ സ്വർണ്ണ കവർച്ച നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, അറസ്റ്റിലായ ഭൂരിഭാഗം പേർക്കും അതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയതിൻ്റെ തെളിവുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതുപോലെയല്ല, ഇതിൽ കൃത്യമായ രീതിയിൽ ഇവർ ചെയ്തത് എന്തൊക്കെയാണ്, ഇവർ എന്തൊക്കെ നടപടികൾ ചെയ്തു, സ്വർണം ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യാൻ എന്തൊക്കെ സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ടായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിലും FIR-ലും അടക്കം. എന്നാൽ ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിൽ ഗുരുതരമായിട്ടൊരു ശബരിമലയിലെ വിശ്വാസികളെ എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അത്തരം സംഭവത്തെ ഉണ്ടായിട്ട് പോലും CPM-ന്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ആ ഒരു ഭക്തരെ വേദനിപ്പിച്ചൊരു നടപടി സ്വീകരിച്ച CPM നേതാക്കൾക്കെതിരെ, അല്ലെങ്കിൽ ഭക്തരെ വേദനിപ്പിച്ച ഇത്രയും വലിയൊരു കൊള്ള നടത്തിയ CPM-ന്റെ മുൻ MLA-യും അടക്കമുള്ളവരാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്. ഇവരെ ആരെയും തള്ളി പറയുന്നില്ല, ഇവരെ എല്ലാവരും സംരക്ഷിക്കുന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത്. അതാണ് ഇതിലെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആദ്യം പറയുന്നത് ഈ നേതാക്കളെ, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയെ തങ്ങൾ അനുകൂലിക്കുന്നില്ല, സ്വർണ്ണ കവർച്ചയെ തങ്ങൾ അനുകൂലിക്കുന്നില്ല, എതിർക്കുന്നു എന്നതൊക്കെ പരസ്യമായി പറയുമ്പോഴും യാതൊരുവിധ നടപടിയും സംഘടനാ തലത്തിൽ പോലും ഒരു നടപടി എടുക്കുവാൻ ഇതുവരെ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. അതാണ് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും ഇരട്ടത്താപ്പ് നമ്മൾ പറയുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPM-ഉം ഇടതുമുന്നണിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും മുഖം രക്ഷിക്കൽ തന്ത്രങ്ങൾ തന്നെയാണ് മെനയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.